ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം നൽകി അവരുടെ അധ്വാനം കൂടാതെ തന്നെ. ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ അപ്പം സ്വർഗത്തിൽ നിന്നും അവർക്ക് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെയുള്ള വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ജ്ഞാനം 16:20. അപ്പമായ ദൈവം രൂപാന്തരപ്പെട്ടതാണ് റാണിയുടെ നാവിൽ പെസഹ കുർബാന വലിയൊരു അടയാളമായി രൂപാന്തരപ്പെട്ടത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിക്കുമോ, അത് സംഭവികമാണോ എന്നൊക്കെ ചിരിക്കുന്നവർക്ക് ശക്തമായ ഒരു തിരുവചന മറുപടിയാണിത്. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. എന്താണ് വിശുദ്ധഗ്രന്ഥത്തിൽ രുചി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് ആഗ്രഹം, വിശ്വാസം, ഒരുക്കം, അത്രമാത്രം ഡിസയർ, ഇതെല്ലാം ദിവ്യകാരുണ്യ സ്വീകരണത്തിനും ബലിയർപ്പണത്തിനും വളരെയേറെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രൂപാന്തരീകരണം അല്ലെങ്കിൽ ഈ രൂപപ്പെടൽ ഇത് സംഭവിക്കുമോ എന്ന് വീണ്ടും 2 കൊറിന്തോസ് 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ രൂപാന്തരപ്പെടൽ ഇത് പെസഹ കുർബാനയിലൂടെയാണ് സംഭവിക്കുന്നത്. യോഗ്യമായ കുർബാന സ്വീകരണവും അതുപോലെ തന്നെ യോഗ്യമായ ബലിയർപ്പണത്തിലൂടെയുമാണ് നമുക്ക് ഈ വലിയ അനുഭവം, ദിവ്യകാരുണ്യ അനുഭവം ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ പെസഹ കുർബാന അത് സ്വീകരിക്കുന്നു, അത് തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീരും. എന്നാൽ നാം പെസഹ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നാം ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരും. ഇതാണ് ഈ രൂപപ്പെടൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്തി 2:20 പൗലോസ് അപ്പോസ്തലൻ ഈ രൂപപ്പെടലിനെ കുറിച്ച് ശക്തമായി പറയുകയാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പെസഹ കുർബാനയിലൂടെ യേശുവിലേക്ക് നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പി 1:20 ഈ രൂപപ്പെടലിനെ കുറിച്ച് അതിശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തിരുവചനം ഇപ്രകാരമാണ്: എപ്പോഴും എന്നതുപോലെ ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതം വഴിയോ മരണം വഴിയോ ക്രിസ്തു മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. എപ്പോഴും എന്നതുപോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ രൂപപ്പെടൽ പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഓരോ ദൈവമക്കളിലും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയല്ലേ കഞ്ചിക്കോട്ടുള്ള റാണിയുടെ നാവിൽ പരിശുദ്ധ കുർബാന 3 പ്രാവശ്യം മാംസരക്തമായി മാറി. അത് ഒരു പ്രാവശ്യം ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ആ കുർബാന കൊടുക്കുന്ന അവസരത്തിലാണ് അപ്രകാരമുള്ള ഒരനുഭവം ഉണ്ടായത്. ഞാൻ എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് റാണിയുടെ നാവിൽ പരിശുദ്ധ കുർബാന മാംസരക്തമാകുന്നത് ഞാൻ കാണുക ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സഭയിൽ അനേകർക്ക് ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൻസീറയിലെ വിശുദ്ധ ക്ലെമന്റ്, സ്പെയിനിലെ വിശുദ്ധ പാസ്കൽ ബൈലോൺ, ദേവദാസിയായ കാതറൈൻ, പാസിയയിലെ വിശുദ്ധ മേരി മഗ്ദലേന, വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയോ, ആവിലായിലെ വിശുദ്ധ ത്രേസ്യ, വിശുദ്ധ ഫിലിപ്പ് നേരി, വിശുദ്ധ ഷാർബൽ മാർഗ്ലോഫ്, വിശുദ്ധ പാദ്രെ പിയോ, ഇവർക്കെല്ലാം ഇതുപോലുള്ള
അതിശക്തമായ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെടുന്നു. താബോർ മലയിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയ അതേ ദൈവം യോഹന്നാൻ 1:18 രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ യേശുക്രിസ്തു അത് താനാണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി താബോർ മലയിൽ രൂപാന്തരപ്പെട്ട അതേ തമ്പുരാൻ അതേ പരിശുദ്ധ കുർബാനയിൽ താൻ സത്യമായിട്ടും സന്നിഹിതനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദിവ്യകാരുണ്യ അത്ഭുതം പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി എടുത്തു പറയേണ്ട ഒരു കാര്യം, വചനം മാംസമായി, മാംസം ബലിയായി, ബലി ആഹാരമായി, അത് പരിശുദ്ധ കുർബാനയായി തീർന്നു. അത് വലിയ ഒരു രക്ഷാകര രഹസ്യം തന്നെയാണ് എന്ന് ദൈവമക്കൾക്ക് ബോധ്യം തരുന്നതിന് വേണ്ടി കൂടിയാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ റഫായേൽ മാലാഖ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. കൊച്ചു തോബിയാസിന്റെ കൂടെ മാസങ്ങളോളം യാത്ര ചെയ്ത് സഹയാത്രികനായി രക്ഷകനായി അവന് വിവാഹ വേദി ഒരുക്കി കൊടുത്ത് കിട്ടാത്ത പണം മേടിച്ചു കൊടുത്ത് അതുപോലെ തന്നെ മത്സ്യത്തിന്റെ ചങ്കും കരളും പുകയ്ക്കുവാനായിട്ടും അതുപോലെ തന്നെ സാറായിൽ നിന്ന് പൈശാചിക ഉപദ്രവങ്ങൾ മാറ്റിക്കൊടുക്കുവാനായിട്ടും ഒക്കെ മുൻകൈ എടുത്ത് സന്തത സഹചാരിയെ പോലെ ഉറങ്ങി ജീവിച്ച ആ റഫായേൽ അദ്ദേഹം ആരാണെന്ന് അവസാനം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വചനം ശ്രദ്ധിക്കണമേ. റഫായേൽ പറയുകയാണ്, ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഒരു ഛായാദർശനമായിരുന്നു. ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഒരു ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കണമേ, മാസങ്ങളോളം കൊച്ചു തോബിയാസിന്റെ കൂടെ ഉറങ്ങി ഭക്ഷിച്ച് അങ്ങനെ കടന്നുപോയ ആ റഫായേൽ പറയുകയാണ്, ഈ നാളുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഒരു ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രമാണ്. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടി? യേശുവിന്റെ രക്ഷാകര പദ്ധതി, അവിടുത്തെ പീഡാനുഭവം, മരണവും കുരിശുമരണവും ഉത്ഥാനവും ഒരു ഛായാദർശനമല്ല, അതൊരു മായാദർശനമല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നും പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അസാധാരണമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഛായാദർശനമല്ല. പിന്നെയോ, ഒരു ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഇറങ്ങി വന്ന് തൻ്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ മാനവകുലത്തെ വീണ്ടെടുത്ത് അവസാനത്തോളം രക്തം വരെ നൽകി നമ്മളെ സ്നേഹിച്ച് നമുക്ക് ആഹാരമായി തീർന്നു, സ്വർഗീയ ഭോജനമായി തീർന്നു, അത് പരിശുദ്ധ കുർബാനയായി തീർന്നു എന്നുള്ള ആ വലിയ ആ സത്യം മനുഷ്യൻ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 38, 39, 40 വചനങ്ങളിലേക്ക് കടന്നു വരാം. അവിടെ ഈശോ ഉത്ഥിതനായ ഈശോ ആരാണ്? ഈശോ ഉത്ഥിതനാണ്. ഉത്ഥിതനായ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവേൻ. ഇത് ഞാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവേൻ. വീണ്ടും അവിടെ എടുത്ത് പറയുന്നുണ്ട്, ഭൂതത്തിന് അസ്ഥികളും മാംസങ്ങളും ഇല്ലല്ലോ എന്ന്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇതാ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഭക്ഷിക്കുവാനായിട്ടുണ്ടോ? ആരാണ്? ഉത്ഥിതനായ യേശുവാണ് ചോദിക്കുന്നത്. ഉത്ഥിതനായ യേശുവാണ് ചോദിക്കുന്നത്. അതെ, നിങ്ങളുടെ അടുക്കൽ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? അവർ ഒരു കഷണം വറുത്ത മീൻ കൊടുത്തു. അവൻ അവരുടെ മുമ്പിൽ വെച്ച് അത് ഭക്ഷിച്ചു. അവൻ അവരുടെ മുമ്പിൽ വെച്ച് അത് ഭക്ഷിച്ചു. അതെ, ഇത് ഛായാദർശനമല്ല. പിന്നെയോ, സത്യമായും ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി സ്ഥാപിച്ച ആ രക്ഷാകര രഹസ്യം, അവിടുത്തെ അപർണീയമായ ദാനം, അത് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രസക്തമാണോ ഈ കാലഘട്ടത്തിൽ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ഉത്തരം ഇതാണ്. സഭാ സംവിധാനത്തെയും അഭിമന്യ പിതാക്കന്മാരെയും ധിക്കരിച്ചുകൊണ്ടുള്ള
തന്നിഷ്ടപ്രകാരമുള്ള ബലിയർപ്പണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഈശോ ആഗ്രഹിക്കുന്നത് സഭയോട് ചേർന്നുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട്. അതാണ് ഈശോ ഇന്നും ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് നൽകിയ സന്ദേശത്തിൽ പരിശുദ്ധ കുർബാനയിലുള്ള ഇപ്രകാരമുള്ള ഈ കോലാഹലത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സംബന്ധമായ വിവാദപരമായ പരാമർശങ്ങളെക്കുറിച്ചും ഒക്കെ ഇതാ മുൻകൂട്ടി ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. അതിപ്രകാരമാണ്: പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സത്യ സാന്നിധ്യത്തെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ്. പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ വിമർശനങ്ങളുമായി അതുപോലെ തന്നെ അനുചിതമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നഖശിഖാതം എതിർക്കുന്നതിൻ്റെ ഫലമായിട്ടല്ലേ ഇന്ന് സഭയിൽ വളരെയേറെ ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അമ്മയുടെ ആഹ്വാനം ഒരിക്കൽ കൂടി ശ്രവിക്കാം. പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സത്യ സാന്നിധ്യത്തെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ബാൽദേവന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അഭിഷേചിപ്പിച്ചിട്ടുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് ഈ പരിശുദ്ധ കുർബാന സംബന്ധമായിട്ടുള്ള കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ അനേകം ദൈവ മക്കളെ വിശ്വാസത്തിൻ്റെ പാറയിൽ, പരിശുദ്ധ കുർബാനയാകുന്ന വിശ്വാസത്തിൻ്റെ പാറയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമാണ്. അനേകം ദൈവമക്കൾ പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാനും അതുപോലെ തന്നെ സ്വീകരിക്കുവാനും അർപ്പിക്കുവാനും അങ്ങനെ ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് രൂപാന്തരപ്പെടുവാനും ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രൈസ് ദി ലോർഡ്.